ന്യൂയോർക്ക് സ്റ്റേറ്റിലെ പ്രൈമറി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സമൂഹത്തിന് ആഹ്ലാദിക്കാനൊന്നുമില്ല. പക്ഷേ മേയർ മാംദാനി ഒരു താരമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് തന്നെ അദ്ദേഹത്തിന് അഭിനന്ദനവുമായിട്ട് വന്നിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് 3 കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വഴിയൊരുക്കിയതിന് വളരെ അഭിനന്ദനമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പരിഹാസരൂപേണയാണോ അഭിനന്ദനമായിട്ടാണോ എന്നറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും ഈ മാംദാനി ഒരു താരമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ പിന്നോട്ട് പോയിരിക്കുന്നു. ഇസ്രായേൽ വിരോധം ശക്തിപ്പെട്ടിരിക്കുന്നു ന്യൂയോർക്ക് സിറ്റിയിലും മറ്റും. അപ്പോൾ അതേപ്പറ്റി പറയും മുമ്പ് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്ഥിതി ഒന്ന് നോക്കാം. ഇന്ത്യക്കാർ ഈ 2021 മുതൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ അംഗമാണ് ജെന്നിഫർ രാജ്കുമാർ. ന്യൂയോർക്ക് സിറ്റിയിലെ ക്യൂൻസിൽ നിന്നുള്ള 38ാം ഡിസ്ട്രിക്റ്റ് അവിടെ നിന്നുള്ള അസംബ്ലി അംഗം. അപ്പോൾ അവർ ഇപ്രാവശ്യവും ജയിക്കുമെന്നാണ് നമ്മൾ എല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. 6 വർഷമായിട്ട് 3 തവണയായിട്ട് വിജയിക്കുന്ന വ്യക്തിയാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്, അതുപോലെ തന്നെ ആദ്യത്തെ ഹിന്ദു വനിത. ഇതൊക്കെ ഇങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കെതിരെ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ്, അതും മാംദാനിയുടെ ഗ്രൂപ്പാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക DSA, അതിൻ്റെ ഭാഗമായ ഡേവിഡ് ഓർക്കിൻ മത്സരിച്ചു. അദ്ദേഹം ഇവർക്കെതിരെ മതപരമായ ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നതാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് ഇവർ വിദേശ ഏജൻറ്റ്, ഈ RSSനെയും BJP ഒക്കെ പിന്തുണയ്ക്കുന്ന ആളാണ്, അതുകൊണ്ട് വിദേശ ഏജൻ്റാണ്, ഹിന്ദുമതത്തിൻ്റെ പേര് പറയുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ അവർ രംഗത്ത് വരികയും ചെയ്തതാണ്. എങ്ങനെയായാലും ഡേവിഡ് ഓർക്കിന് 59% വോട്ട് കിട്ടി. പ്രൈമറിയിൽ ഇവർക്ക് 41%. അപ്പം ഈ വർഷം കഴിയുമ്പോൾ നമുക്ക് സ്റ്റേറ്റിൽ ഒരു അസംബ്ലി അംഗം ഇല്ലാതാവുന്നു. നമുക്ക് വേറെ ആരും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നമ്മുടെ ആളുകളാരും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. ആകപ്പാടെ ഉള്ളത് ഈ ഡച്ചസ് കൗണ്ടിയിൽ നിന്ന് ലിസ കൗൾ എന്നൊരു ഇന്ത്യൻ വനിത വിജയിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് സെനറ്റിലേക്ക്. അപ്പോൾ അവരിനി ഈ പ്രൈമറിയിൽ വിജയിച്ചു. അപ്പം നവംബറിൽ ജയിക്കുമെന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അവരുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അത്ര ബന്ധമില്ല. കാരണം ഡച്ചസ് കൗണ്ടിയിൽ ഇന്ത്യക്കാർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് അപ്സ്റ്റേറ്റാണ്. അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ, കൺട്രോളറായിട്ട് മത്സരിച്ച രാജ് ഗോയൽ, അദ്ദേഹമാണ് കാൻസാസിൽ നേരത്തെ അസംബ്ലിമാനായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സ്റ്റേറ്റ് കൺട്രോളറായിട്ട് മത്സരിച്ചു. പക്ഷേ നിലവിലുള്ള അംഗം തോമസ് ഡിനാപ്പോളി വളരെ ഈസി ആയിട്ട് വിജയിക്കുകയും ചെയ്തു. പിന്നെ പരാജയപ്പെട്ടവരിൽ നമുക്കറിയാം, റോക്ക്ലാൻഡ് കൗണ്ടിയിൽ നിന്നുള്ള 96ാം ഡിസ്ട്രിക്റ്റിൽ നിന്ന് അസംബ്ലിയിലേക്ക് PT തോമസ് പരാജയപ്പെട്ടു. അതിൽ അതിശയിക്കാനില്ല എന്നാണ് കരുതുന്നത്. കാരണം ആ ഭാഗം ഉൾപ്പെടുന്ന കോൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റ് 17. അപ്പോൾ അവിടെ 5 സ്ഥാനാർത്ഥികളാണ് പ്രൈമറിയിൽ ഉണ്ടായിരുന്നത്. 3 പേര് ഡെമോക്രാറ്റുകളായിട്ടും 2 പേര് റിപ്പബ്ലിക്കൻ പാർട്ടിയിലും. അപ്പോൾ അതിൽ ഈ നിലവിലുള്ള കോൺഗ്രസ് അംഗം മൈക്ക് ലോലറാണ്. അദ്ദേഹം റിപ്പബ്ലിക്കനാണ്. അദ്ദേഹം തന്നെ റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ ജയിച്ചു. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ 3 വനിതകളാണ് അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത്. അതിൽ കെയ്റ്റ് കോൺലി എന്ന് പറഞ്ഞ ഒരു മുൻ സൈനിക, അവർ വിജയിച്ചു. അപ്പോൾ അവർ ഇത്രയും പേര് ശക്തമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് ഈ പ്രൈമറിയിലൊക്കെ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിരുന്നു. അത് PT തോമസിന് ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പതിവ് പോലെ എല്ലാവരും ഒന്നും രംഗത്ത് വരികയും ഉണ്ടായില്ല. ഇനി ന്യൂയോർക്ക് സിറ്റിയിൽ വിച്ചൽ കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹമൊക്കെ വളരെ പിന്നോക്കം പോയി 7ാം ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ വിജയമാണ് പറയേണ്ടിയിരിക്കുന്നത്, മാംദാനിയുടെ വിജയം. അപ്പം മാംദാനി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയോട് അനുഭവമുള്ള ആളുകളെ ഇലക്ഷനിൽ നിർത്തി, അല്ലെങ്കിൽ ചെറിയെല്ലാം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സധൈര്യം അദ്ദേഹം ഒരു ചൂതാട്ടം നടത്തി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിക്കുന്നത്. ആ ചൂതാട്ടത്തിൽ വിജയിച്ചില്ലെങ്കിൽ, ഇപ്പം ഈ അദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ മാംദാനിയുടെ ആ പ്രാഭവം അങ്ങ് മങ്ങിപ്പോയേനെയും, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അങ്ങ് ഇല്ലാതായി പോയേനെയും. നേരെ മറിച്ച് ഇപ്പം അദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് തന്നെ 3 പേരെ വിജയിപ്പിച്ചെടുത്തു പ്രൈമറിയിൽ. അപ്പം ഇവിടെ പ്രൈമറിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നവംബറിൽ വിജയിക്കുന്നുള്ളതിന് വലിയ തർക്കമൊന്നുമില്ല. കാരണം ബ്ലൂ ഡിസ്ട്രിക്റ്റുകളാണ് ഇവയെല്ലാം. അതൊന്ന്. രണ്ടാമത്, സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് 5 പേരെ മറ്റോ വിജയിപ്പിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അസംബ്ലിയിലേക്കും സെനറ്റിലേക്കും ഒക്കെ. അപ്പോൾ ഒരു അതിശക്ത ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായിട്ട് മാംദാനി മാറിയിരിക്കുന്നു.
മാംദാനി ഇതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ ഒരു നട്ടലില്ലാത്ത രീതിയിലൊന്നും നിന്നാൽ പോരാ, ശക്തമായ നിലപാട് വെക്കണം. തൊഴിലാളികൾക്ക് വേണ്ടിയും ഇമിഗ്രൻസിന് വേണ്ടിയും അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയും വീടില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ ഉറച്ച നിലപാട് വെക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു അഴകുഴമ്പൻ നിലപാടൊന്നും എടുത്തിട്ട് കാര്യമില്ല, ശക്തമായിട്ട് മുന്നോട്ട് വരണം. അതിനുള്ളൊരു ആഹ്വാനമാണ് ഈ വിജയങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിജയങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടത് ഈ 3 പേര്, ഈ ക്ലെയർ വാൾഡസ് 7th ഡിസ്ട്രിക്റ്റ്, ബ്രാഡ് ലാൻഡർ 10th ഡിസ്ട്രിക്റ്റ്, പിന്നെ ഡാരിയ ലിസ അവീല ഷെവലിയർ പിന്നെ ഈ 13th ഡിസ്ട്രിക്റ്റ്. അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് 5 തവണ അസംബ്ലി പിന്നെ കോൺഗ്രസ് അംഗമായ എസ്പൈലറ്റ് എന്ന് പറഞ്ഞ ആളെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ അമേരിക്കൻ ഇസ്രയേൽ PSC പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അവർക്ക് മില്യൺസ് ഓഫ് ഡോളറാണ് ചെലവഴിച്ചത് ഇവരെയൊക്കെ പരാജയപ്പെടുത്താനായിട്ട്. ഏതോ ഒരു മണ്ഡലത്തിൽ 40 മില്യൺ തന്നെ ചെലവഴിച്ചിരിക്കുന്നു, ചിലയിടത്തെല്ലാം 10 മില്യനും ഒക്കെ. അപ്പോൾ ഇവരൊന്നും കാര്യമായി പണം മുടക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ പണം മുടക്കിയെങ്കിലും അങ്ങനെ പണം മുടക്കിയപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥികളെല്ലാം ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു. കണ്ടോ, ഇവരെല്ലാം ഈ എതിർ സ്ഥാനാർത്ഥികളെല്ലാം ഇസ്രായേലിൻ്റെ കാശ് മേടിക്കുന്നു, അല്ലെ ഇസ്രായേൽ അനുകൂലികളുടെ കാശ് വാങ്ങിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ജനോസൈഡാണ്, അവിടെ കൂട്ടക്കുരുതിയാണ്, നരഹത്യ മനുഷ്യഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അനുകൂലിക്കാനാവില്ല. അതിനെ അനുകൂലിക്കുന്നവരാണ് എതിരാളികൾ, അവരെ പരാജയപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞ് ഇവർ രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അത് ഭരിച്ചു, ജനങ്ങളെല്ലാം ഇവരുടെ കൂടെ നിന്നു. അപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ പതുക്കെ മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെങ്കിലും ഇസ്രായേൽ അനുകൂലികൾ പരാജയത്തിൻ്റെ രുചി അറിയുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് മൊത്തത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഇസ്രായേലിനോട് അനുഭാവക്കുറവൊന്നും ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ പാർട്ടിയിൽ ഇസ്രായേൽ വിരുദ്ധർ ശക്തിപ്പെട്ടു വരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടവും ഇതിനെതിരെയൊക്കെയുള്ള ശക്തമായ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വക്താവായിട്ട് മാംദാനി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. മാംദാനി തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു ന്യൂയോർക്ക് സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകൾ ഉള്ള ആളുകളാണ് ഇപ്പം ഈ വിജയിച്ചു വന്നിരിക്കുന്നത്. അതിലെ ക്ലെയർ വാൾഡസ് അസംബ്ലി വുമണാണ് ഒരു വർഷമായിട്ട് ഒരു ടൈമിൽ. ഈ ബ്രാഡ് ലാൻഡർ നേരത്തെ സിറ്റി കൺട്രോളറായിരുന്നു. പിന്നെ ഈ അവില ഷെവലിയർ അവർ PhD വിദ്യാർത്ഥിയാണ്. ഇവരെല്ലാം തീവ്ര ലെഫ്റ്റിസ്റ്റ് ആളുകളാണ്. അതാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഈ 3 കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ കോൺഗ്രസിലേക്ക് ജയിപ്പിച്ചു വിട്ടതിൽ മാംദാനിക്ക് അഭിനന്ദനമുണ്ടെന്ന്. എങ്ങനെ വന്നു കഴിഞ്ഞാലും മാംദാനിയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിൽ മാംദാനി ഒരു ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു. അത് ഈ ഇലക്ഷന് മുമ്പ് തന്നെ ന്യൂയോർക്ക് പോസ്റ്റ് പറഞ്ഞു, ഇനിയിപ്പം മാംദാനിയുടെ കൈമുത്തിയാലേ പാർട്ടിയിൽ രക്ഷയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വരികയാണോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. ഇപ്പം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം നാൻസി പെലോസി പോയി, ബെർണി സാൻഡേഴ്സ് വളരെ വയസ്സനായി. അങ്ങനെ ആ പാർട്ടിയിലൊരു ലെഫ്റ്റിസ്റ്റ് വിഭാഗം അതിന് ഒരു നേതാവില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഇപ്പം മാംദാനി ഒരു ദേശീയ നേതാവായി മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മേയർ സ്ഥാനം കഴിഞ്ഞാലും അടുത്ത സ്ഥാനങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് ഉയർന്നു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകുമെന്ന് തീർച്ച. എന്തായാലും ഈ ഇന്ത്യക്കാർക്ക് നമുക്കുണ്ടായ ഈ പരാജയം അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ എന്തെല്ലാം കുഴപ്പം കൊണ്ടാണ് നമുക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ വരുന്നു. ഇത്രയും ആളുകൾ വലിയ തോതിൽ ആളുകളുണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ. പക്ഷേ നമുക്ക് ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല. കിട്ടുന്ന പ്രാതിനിധ്യം തന്നെ ഇല്ലാതായി പോകുന്നു. അപ്പോൾ നമ്മുടെ ആ പരസ്പരമുള്ള ഭിന്നത, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരിക, അതിനൊക്കെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നമ്മൾ അമേരിക്കക്കാരായിരിക്കുമ്പോൾ അമേരിക്കക്കാർ തന്നെ ആയിരിക്കണം. അല്ലാതെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട അവസ്ഥയായി തീർന്നിരിക്കുന്നു. എന്തായാലും മാംദാനിയുടെ വിജയം അത് എങ്ങനെയാണ് അത് അമേരിക്കയെ സ്വാധീനിക്കുക അല്ലെങ്കിൽ പാർട്ടിയെ സ്വാധീനിക്കുക, ഇതാണിനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്.